ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദിവസം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ iQZ3 5G ടിപ്സ്, ട്രിക്സ് ആൻഡ് ഹിഡൻ ഫീച്ചേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഇരിക്കുന്ന വേരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB 128GB എയ്സ് ബ്ലാക്ക് കളറാണ് ഇപ്പം ഇരിക്കുന്ന വേരിയൻറ്റ്. സോ ഇതാണ് നമ്മുടെ iQZ3. സോ ഗൈസ്, നൈസ് ഒരു ഫോം ഫാക്ടറും അത്യാവശ്യം നൈസ് ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ ഉള്ളൊരു ഫോണാണ്. പിന്നെ നമുക്ക് നോച്ച് ഡിസ്പ്ലേ ആണ്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, ഒരു ഫുൾ HD പാനലാണ് വരിക. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. സോ നമുക്ക് അതിന് ഫസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇട്ട് പോകും. സോ നമുക്ക് സ്ക്രീൻഷോട്ട് മുതൽ നമുക്ക് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം നമുക്ക് കോൾസിൻ്റെ കാര്യങ്ങളും ഫുൾ കവർ ചെയ്ത് വരാം. സോ ഫസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ 3 ഫിംഗർ സ്ക്രീൻഷോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് 3 ഫിംഗേഴ്സ് പിടിച്ചിട്ട് ജസ്റ്റ് സ്ക്രീനിൽ സ്വൈപ്പ് ഡൗൺ ചെയ്യുക. ഏത് സ്ക്രീനിലാണെങ്കിലും ഉണ്ടോ ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെ ലോങ് സ്ക്രീൻഷോട്ട് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്രീൻ മീൻസ് ഇപ്പോൾ സ്ക്രോളിംഗ് സ്ക്രീൻ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആ സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് വരെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. സോ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിനകത്ത് ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്കിവിടെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് എസ് ക്യാപ്ചർ, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് സ്ലൈഡ് ഡൗൺ വിത്ത് 3 ഫിംഗേഴ്സ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട്. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ക്രീൻ റെക്കോർഡിനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ ഡീഫോൾട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്, കണ്ടോ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ തന്നെ. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് സൗണ്ടിൽ ഏതൊക്കെ റെക്കോർഡ് സിസ്റ്റം വേണോ അതോ സിസ്റ്റം ആൻഡ് മൈക്രോഫോൺ വേണോ, രണ്ടും റെക്കോർഡ് ചെയ്യണം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി റെക്കോർഡ് ചെയ്യണം, മീഡിയം ക്വാളിറ്റി, അങ്ങനെയാണ് കാര്യങ്ങൾ വരിക. അതാണ് എസ് ക്യാപ്ചറിലെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സ്പ്ലിറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ മൾട്ടിപ്പിൾ ടാസ്ക് സെയിം ടൈമിൽ യൂസ് ആണ്. സപ്പോസ് ഇപ്പോൾ ഞാൻ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഒരു ഗൂഗിളിൽ ഒരു ജിമെയിൽ അങ്ങനെ എടുക്കണമെങ്കിൽ ജസ്റ്റ് 3 ഫിംഗർ വെച്ച് സ്വൈപ്പ് അപ്പ് ചെയ്യുക. ഉണ്ടോ അപ്പോൾ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഒരു വിൻഡോ ഓണായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ആയെങ്കിൽ ഉണ്ടോ അപ്പോൾ ഒരേ ടൈമിൽ നമുക്ക് 2 ഓപ്പൺ ചെയ്യാൻ പറ്റും. ജിമെയിൽ ഓപ്പൺ ആക്കി ഇത് 2 ഓപ്പൺ ആയി. കണ്ടോ അപ്പോൾ സെയിം ടൈമിൽ നമുക്ക് 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനാണ് സ്മാർട്ട് സ്പ്ലിറ്റ് എന്ന് പറയുക. സോ അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ 3 ഫിംഗർ വെച്ചിട്ട് അപ്പ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ജിമെയിലാണ് ഓപ്പൺ എന്ന് വെച്ചോ, ജിമെയിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ റീസൻസി പോവുക. റീസൻസി പോയി കഴിയുമ്പോൾ ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കിട്ടും, കണ്ടോ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്മാർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഇതേപോലെ ചൂസ് ചെയ്യാം. ഞാൻ ഗൂഗിൾ ചൂസ് ചെയ്തു, ഉണ്ടോ രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആയിട്ടുള്ള സ്മാർട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഡബിൾ ടാപ്പ് ടു വേക്ക്, അങ്ങനത്തെ ഫീച്ചേഴ്സ്, ലിഫ്റ്റ് ടു വേക്ക്, അങ്ങനത്തെ മൊത്തം കാര്യങ്ങൾ, മീൻസ് ഡബിൾ ടാപ്പ് ടു വേക്ക്, ലിഫ്റ്റ് ടു വേക്ക്, ഏറ്റവും ഈസിനെസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മൊത്തം കിടക്കുന്നത് ഈ സെയിം ലൊക്കേഷൻ, ഇപ്പോൾ പറഞ്ഞ ലൊക്കേഷൻ തന്നെയാണ്. നമ്മുടെ ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സസിബിലിറ്റിക്കകത്ത് സ്മാർട്ട് മോഷൻ എന്നൊരു ഓപ്ഷൻ കേട്ടോ. ഈ സ്മാർട്ട് മോഷൻ നിറച്ചും ഫീച്ചേഴ്സോടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സംഭവമാണ്. സോ ഫസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഡബിൾ ടാപ്പ് ടു അങ്ങനത്തെ കാര്യം, ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ, ടേൺ ഓൺ ദ സ്ക്രീൻ ഓഫും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കണ്ടോ. ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് ദ സ്ക്രീൻ. സോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ക്രീൻ ഇപ്പോൾ ബ്ലാങ്ക് ഏരിയാസിൽ ഞെക്കുവാണെങ്കിൽ ഡബിൾ ടാപ്പ് സ്ക്രീൻ ഓഫ് ചെയ്യാനും, പിന്നെ നമ്മൾ ബ്ലാങ്ക് ഏരിയാസ് അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ സ്ക്രീൻ വേക്ക് ചെയ്യുവാണ്. സോ ഞാനിപ്പോൾ 2 ഓൺ ആക്കി ഇട്ടേക്കണ്ടോ, ഡബിൾ ടാപ്പ് ടു വേക്ക് ഓണാണ്, ഡബിൾ ടാപ്പ് സ്ക്രീൻ ഓഫ് ചെയ്യാനും ഓണാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഓഫ് ആയിരിക്കണ്ടോ, ഇപ്പോൾ സ്ക്രീൻ ഓഫ് അല്ലേ, ഡബിൾ ടാപ്പ് ചെയ്തു ആണ്ടോ ഓണായി. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഓണാണ്, ഡബിൾ ടാപ്പ് ചെയ്തു ഓഫായി. സോ അതാണ് നമ്മുടെ ഡബിൾ ടാപ്പിൻ്റെ ഓപ്ഷൻസ് വരിക. സോ ബൈ ഡിഫോൾട്ട് അത്യാവശ്യം എല്ലാത്തിലും ഉള്ളതാണ്. പക്ഷേ നമ്മുടെ ഇതിനകത്ത് ഈ ലൊക്കേഷനാണ് കിടക്കുന്നത് സ്മാർട്ട് മോഷൻ, അത് ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സസിബിലിറ്റിക്കകത്ത് സ്മാർട്ട് മോഷനകത്ത് സ്മാർട്ട് ടേൺ ഓൺ ഓർ ഓഫ് ദ സ്ക്രീനകത്താണ് കിടക്കുക. പിന്നെ റേസ് ടു വേക്ക് ഉണ്ട് ഗൈസ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഫോൺ ഇപ്പോൾ എന്താണ് പറയുക, ഇങ്ങനെ സ്ക്രീൻ ഇവിടെ ഇങ്ങനെ കിടക്കുക, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദാറ്റ് മീൻസ് തെളിഞ്ഞു വരും ഡിസ്പ്ലേ, നമ്മൾ ഡബിൾ ടാപ്പ് ഒന്നും ചെയ്യാണ്ട്. പക്ഷേ അത് ഇച്ചിരി ബാറ്ററി കൺസ്യൂമായിരിക്കും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഓൺ ആക്കേണ്ട. പിന്നെ നിങ്ങൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരാണെങ്കിൽ പിന്നെ ജസ്റ്റ് എളുപ്പമായിരിക്കും, ജസ്റ്റ് ചുമ്മാ കിടക്കുമ്പോൾ ഓഫായിരിക്കും, ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഫോൺ ഓൺ ആവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഫോൺ ലോക്കാക്കി, ഇപ്പോൾ ഞാൻ ജസ്റ്റ് കിടക്കോട്ടെ, ഇങ്ങനെ ഫോൺ എവിടെയും കിടക്കണം, ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ആണോ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ. ഇത് ഫേസ് റെക്കഗ്നിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയാലാണ് അപ്പം തന്നെ ഈ സ്ക്രീനിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് സ്മാർട്ട് ടേൺ ഓൺലി ഓഫ് ദ സ്ക്രീൻ വരിക. പിന്നെ ഇനി സ്മാർട്ട് വേക്കിനകത്ത് കുറേ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ക്രീൻ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോ ചെയ്യണതനുസരിച്ച് ഓരോ ആപ്ലിക്കേഷൻ ഓൺ ആക്കാനുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ഇതിനകത്ത് കഴിഞ്ഞാൽ ഇത് സ്വൈപ്പ് ടു ലോക്ക്, സ്വൈപ്പ് ഡൗൺ ടു ടേക്ക് എ ഫോട്ടോ, സി ടു ഓപ്പൺ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സി ടു ലോഞ്ച് ഡയലർ ഓൺ ആക്കി, എം ടു പ്ലേ മ്യൂസിക് ഓൺ ആക്കി, അല്ലെങ്കിൽ ഇ ടു ലോഞ്ച് ബ്രൗസർ, എഫ് ടു ലോഞ്ച് ഫേസ്ബുക്ക്, ഇതൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ ഇരിക്കാമെന്ന് വെച്ചോ. അതായത് ഇപ്പോൾ സ്വൈപ്പ് ഡൗൺ ടു ടേക്ക് എ ഫോട്ടോ, അതെല്ലാം ഓൺ ആക്കിയിട്ടാണ്. ഇപ്പോൾ ദാറ്റ് മീൻസ് എല്ലാം ഓൺ ആക്കിയിട്ട് നമുക്ക് വരക്കണം അനുസരിച്ച്. ഇപ്പോൾ ഞാൻ സി ഉണ്ട്, നമ്മുടെ ഇ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലോക്ക് സ്ക്രീനിൽ നിൽക്കുക. അതിപ്പോൾ സി ഞാൻ ചുമ്മാ ഇപ്പോൾ സ്ക്രീൻ ബ്ലാങ്ക് ആണല്ലോ, ജസ്റ്റ് സി വരച്ചു, ഇപ്പം നേരെ ഡൈവറിൽ പോകും കണ്ടോ. അങ്ങനെ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു രീതിയിൽ ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ പോകും.
ഫേസ്ബുക്ക് ഇൻസ്റ്റാൾഡ് അല്ല, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതൊക്കെയാണ് ദറ്റ് മീൻസ് എവിടെ ഉണ്ടോ ഡ്രോ എഫ് ടു ലോഞ്ച് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇ ടു ലോഞ്ച് ബ്രൗസർ, ജസ്റ്റ് അതിന് നോക്കാം. ഇ യെസ് ബ്രൗസർ, ഓക്കെ എഗ്രി, യെസ് ഉണ്ടോ ഐക്യൂൻ്റെ ബ്രൗസർ ലോഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും കസ്റ്റമൈസേഷൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഫുൾ കസ്റ്റമൈസേഷൻ ആട്ടോ, നിങ്ങൾക്കത് വേണ്ടത് കാര്യങ്ങൾ മാത്രം ഇടുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും തുടക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓപ്പൺ ആവട്ടെ, CA കാര്യങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ. അത് ഹൈ-എൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ലത്. പിന്നെ സ്മാർട്ട് കോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ട് നമ്മുടെ UI, ദാറ്റ് മീൻസ് ഭയങ്കര ലൈറ്റും ആണെന്ന് വെച്ചാൽ ഫീച്ചർ റിച്ചും ആണ്. അപ്പോൾ ഈ സ്മാർട്ട് കോളിനകത്ത് കുറേ ഓപ്ഷൻസ് ഗൈസ് ഉണ്ട് ഗൈസ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് സ്മാർട്ട് കോൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ കോൺടാക്ട് എടുത്തിട്ട് ഇപ്പോൾ ഇതൊരിപ്പോൾ ഒരാളുടെ കോൺടാക്ട് എന്ന് വെച്ചോ. ഈ കോൺടാക്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ചെവിയുടെ അങ്ങോട്ട് കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് കോൾ പോകും. ദാറ്റ് മീൻസ് കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ സ്മാർട്ട് സ്വിച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് ഇയർഫോൺ സംസാരിച്ച് നമ്മൾ ചെവിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ ഇയർ പീസ് ഇട്ട് പോകും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് കൈ ഇതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ കോള് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ റിംഗ് അടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ജസ്റ്റ് കൈയിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മ്യൂട്ടാക്കാൻ പറ്റും. അതാണ് വേവ് ഹാൻഡ്സ് സ്മാർട്ട് മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ. പിന്നെ വേവ് ടു ഹാൻഡ്സ് ഫ്രീ, ഇപ്പോൾ കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ സ്വൈപ്പ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ കാണിച്ച് വേവ് ഹോവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ കോൾ എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇഷ്ടം പോലെ ബഞ്ച് ഓഫ് ഓപ്ഷൻസാണ് നമുക്ക് ഇതിനകത്തുള്ളത്. സ്മാർട്ട് കോള്, സ്മാർട്ട് ആൻസർ, സ്മാർട്ട് സ്വിച്ച്, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ സ്ട്രേറ്റ് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്, അത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രേറ്റ് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ് ആണെങ്കിൽ ഓൺ ആക്കുക, ഉണ്ടോ? അതാണ് ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, അത് ഓഫാക്കി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഡ്രോ ചെയ്യുമൊന്നും വേണ്ട, ജസ്റ്റ് ഇപ്പോൾ വോളിയം നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ഈ കീസ് പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വോളിയം ഡൗൺ എന്നുള്ള കീ ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, ഉണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓപ്പൺ ആയി. ആ ഓപ്ഷൻ പറഞ്ഞ പേരാണ് ക്വിക്ക് ആക്ഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് അതും ഈ സെയിം ലൊക്കേഷൻ തന്നെയാണ് കിടക്കുക. സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സ് ആൻഡ് ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ വോളിയം ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണം, അതാണ് ദ ക്വിക്ക് ആക്ഷൻ. ക്വിക്ക് ആക്ഷൻ നമുക്ക് ബൈ ഡീഫോൾട്ട് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ് ചെയ്യാം, റെക്കോർഡ് ഓഡിയോ, ഓപ്പൺ ക്യാമറ, ഓപ്പൺ ഫേസ്ബുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഇതിൻ്റെ PUBG കളിക്കുന്നവരാണെങ്കിൽ നേരെ ഫോൺ എടുക്കുക, നേരെ ലോക്ക് ആവണമെങ്കിൽ മുമ്പേ ഞെക്കി പിടിക്കുക, നേരെ PUBG ഓപ്പൺ ആക്കുക, ഗെയിം കളി തുടങ്ങുക. ഓക്കെ, PUBG റിവ്യൂ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അൺബോക്സിങ്ങിനും ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ പോക്കോ X3 Pro, നോട്ട് 10 Pro Max, നമ്മുടെ നോഡ് C 5G, പിന്നെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് ഒരു സെറ്റാണ് MI 11 Lite 5G. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു റിവ്യൂ ഉടൻ തന്നെ വരും. ഒരു 4-5 ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് സിങ്ക് ആയി കഴിയുമ്പോൾ ഞാൻ റിവ്യൂ ഇടുന്നതാണ്. സോ നമുക്ക് ബാക്കി തിരിച്ച് ചെയ്തിട്ടൊന്ന് വരാം. പിന്നെ പവർ മെനുവിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് സെൻസിറ്റീവ് കണ്ടൻറ്റ് കാണിക്കണം, അതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ജസ്റ്റ് തന്നെ ഫേസ് ബ്യൂട്ടി അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് നോട്ടിഫിക്കേഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഇപ്പോൾ ഇൻകമിംഗ് കോൾസ് വരുവാണെങ്കിൽ ജസ്റ്റ് മിന്നും, നമ്മുടെ ബാക്കിലത്തെ ഫ്ലാഷ് ലൈറ്റ് മിന്നും, അതേപോലെ തന്നെ മെസ്സേജ് വരുന്ന ഫ്ലാഷ് ലൈറ്റ് മിന്നും. പിന്നെ ഈസി ടച്ച്, ഇത് ചിലർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റീവ് ടച്ച് ഇല്ല ആപ്പിളിൻ്റെ, അതാണ് ശരിക്കും സെയിം സംഭവം. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ കാണിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങൾ വരുമെന്ന് കണ്ടോ. ചെറിയൊരു ഐക്കൺ പോലെ ഇവിടെ വന്ന് കിടക്കുക, അറിയ പോലും ഇല്ല കണ്ടോ. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ, കാൽക്കുലേറ്റർ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ആപ്ലിക്കേഷൻസ് മൊത്തം കസ്റ്റമൈസ് ചെയ്തിടാം. ഇതാണോ കസ്റ്റമൈസ് മെനുവിൽ ഓപ്ഷൻസിനകത്ത് നമുക്ക് എന്ത് വേണ്ടോ, ഇപ്പോൾ ഏതെങ്കിലും ഫീച്ചേഴ്സ്, ഏതെങ്കിലും ആപ്സാണ് വേണ്ടെങ്കിൽ ആപ്സൊക്കെ ബൈ ഡീഫോൾട്ട് എല്ലാം കൊണ്ടുവിടാം. അപ്പോൾ ഇതിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ക്രോമ്, ക്ലോക്ക്, കോൺടാക്ട്സ്, ഡെയിലി ഹണ്ട്, ഡ്രൈവ് ഉണ്ടോ, ഇത്ര സാധനം ഇട്ടെന്ന് വെച്ചു. അപ്പം ജസ്റ്റ് പെട്ടെന്ന് എനിക്കിപ്പോൾ അത് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ മതി. കണ്ടോ കിടക്കണുണ്ടോ, എല്ലാം കിടക്കണുണ്ടോ, ക്രോമ്, ഓപ്പൺ, ഡ്രൈവ്, ഫുൾ സാധനങ്ങൾ അവിടെ വരും. അപ്പോൾ അത് എളുപ്പമുള്ളവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ദാറ്റ് മീൻസ് നിങ്ങൾ യൂസ് സിങ്ക് ആയി കഴിഞ്ഞാൽ, പക്ഷേ മാക്സിമം സെറ്റിങ്സ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. നമുക്ക് പെട്ടെന്നൊരു സംഭവം എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ ഡയലർ വരയ്ക്കുക, അല്ലെങ്കിൽ വോളിയമിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ മാക്സിമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് മാക്സിമം അങ്ങ് നിറച്ച് വെച്ചിരിക്കുക എന്ന് പറയാം നമ്മുടെ ഈ സെറ്റ്. പിന്നെ അതുപോലെ തന്നെ അത് കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട് ഇതിനകത്ത് ബൈ ഡീഫോൾട്ടായിട്ട്. ഞാൻ എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെന്ന് സംഭവിക്കണം. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്താൽ മെനു ഓപ്പൺ. ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലോക്ക് സ്ക്രീൻ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ലോക്ക് സ്ക്രീൻ അവിടെ, അതെ സ്ക്രീൻ ലോക്ക്. ഇപ്പോൾ ഇതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ലോക്ക് ആവും. ഇപ്പോൾ വേറെ സ്ക്രീനിൽ വേണ്ടത് ഇപ്പോൾ ഈ സാധനത്തിന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കണ്ടോ, സ്ക്രീൻ ലോക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്താം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ അവരുടെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അതൊരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഡബിൾ ടാപ്പിനകത്ത് വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അതാണ് അപ്പോൾ ഈസി ടച്ച്. ഇനി നമുക്ക് ഫ്ലാഷ് ലൈറ്റ് നോട്ടിഫിക്കേഷൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ 100 മോഡ്. 100 മോഡ് ഇപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.58 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 100 മോഡ് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ചിലർക്ക് ഇപ്പോൾ നമ്മൾ ബസ്സിലോ ട്രാവൽ ചെയ്യുമ്പോൾ 100 മോഡ് എളുപ്പമായിരിക്കും. സോ നമ്മൾ ജസ്റ്റ് ഒരു സ്വൈപ്പ് ഇൻ ആൻഡ് ഔട്ടാണ് ശരിക്കും 100 മോഡ്. സ്വൈപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക.
ഉണ്ടോ, ഇതാണ് 100 മോഡ് വരിക. അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. സെയിം സ്ഥലത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കണ്ട് ഷോർട്ട് കട്ട് ആൻഡ് ആക്സസിബിലിറ്റിക്കകത്ത് 100 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ജസ്റ്റ് ഉണ്ടോ, ആക്സസ് യൂസിങ് മിനി ജസ്റ്റ് സ്വൈപ്പ് ഇൻ ഔട്ട് ആണോ, സിമ്പിളാണ്, ജസ്റ്റ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ്. പിന്നെ അതിനകത്ത് ആക്സസിബിലിറ്റിക്കകത്ത് പിന്നെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് കോൾ തന്നെ ആളാണ്. പവർ ബട്ടൺ എൻസ് കോൾ, ദാറ്റ് മീൻസ് പെട്ടെന്ന് ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് ഒരു കോളം കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പവർ ബട്ടൺ എൻസ് കോൾ എന്നൊരു ഫീച്ചർ കിടപ്പുണ്ട് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്ത് ജസ്റ്റ് പവർ ബട്ടൺ, ഈ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്ത്, പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കേട്ടോ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൾ കട്ടാവും. അതുപോലെ തന്നെ റിമൂവ് ആനിമേഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര ആനിമേഷൻ, എനിക്ക് പൊതുവേ 1 UI ഒക്കെ യൂസ് ചെയ്താൽ എനിക്ക് ആനിമേഷൻ ഭയങ്കര കമ്പൽസറി ആണ്. എനിക്ക് ആനിമേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ആനിമേഷൻ വേണം. പിന്നെ ആനിമേഷൻ വേണ്ടാത്തായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഒരു നല്ല ആനിമേഷനും കാര്യങ്ങളും ഓരോന്നും ഓപ്പൺ ആയി വരുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ആനിമേഷൻ ഉണ്ട്. ഇപ്പോൾ ആനിമേഷൻ ഒന്നും വേണ്ട, പട്ടേന്ന് സാധനങ്ങൾ കിട്ടിയാൽ മതി, ഇതങ്ങ് ഓൺ ചെയ്തിട്ടാൽ മതി. റിമൂവ് ആനിമേഷൻസ് കണ്ടോ, ഇപ്പോൾ ഒരു കണ്ടോ, ഒരു വലിയ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുണ്ട്. എന്താ മീൻസ് ആ റെസ്പോൺസ് ടൈം, ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ലാഗ് കാര്യങ്ങളൊന്നും ഢും ടക്ക് 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 ഓപ്പൺ ചെയ്യുന്നുണ്ട്. മറ്റേ ആനിമേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷേ ഐ റെക്കമെൻഡ് ഇത് ഓൺ ആക്കിയിട്ട്, ദാറ്റ് മീൻസ് ഓഫ് ആക്കിയിട്ട് നല്ലത്. കാരണം കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ ആനിമേഷൻ ആണോ ആ പോണ ഡേയ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുക. സോ അതാണ് നമ്മുടെ. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് തന്നെ സ്ട്രെങ്ത്തും വൈബ്രേഷൻ മോട്ടറിൻ്റെ സ്ട്രെങ്ത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്ട്രെങ്ത് അല്ല, മീൻസ് ആ വൈബ്രേഷൻ മോട്ടർ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളുണ്ട് അതിനകത്ത് ആക്സസിബിലിറ്റിക്കകത്ത് തന്നെ. ഓക്കെ, ഇതിനകത്ത് എവിടെയായിരുന്നു? സോ വൈബ്രേഷൻ, ദാറ്റ് മീൻസ് ഇതിനകത്തൊരു നമുക്ക് അറിയാം അറ്റ്ലീസ്റ്റ് ഇൻബിൽറ്റ് ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ് നമ്മുടെ IQZ. ഓക്കെ ഗൈസ്, എന്തേ കിടക്കണം നമ്മുടെ വൈബ്രേഷൻ ആൻഡ് ഹാപ്റ്റിക് സ്ട്രെങ്ത്ത്. സോ ഇതിനകത്ത് നമുക്ക് റിംഗ് വൈബ്രേഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതേപോലെ നോട്ടിഫിക്കേഷൻ വൈബ്രേഷൻ, അതേപോലെ തന്നെ ടച്ച് ഫീഡ്ബാക്ക്, നമ്മൾ ഓരോ ടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് അടിച്ചു വൈബ്രേഷൻ ഇല്ല. ടച്ച് ഫീഡ്ബാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബാക്ക് അടിക്കുമ്പോഴും നമ്മൾ ചെറിയൊരു ഹാപ്റ്റിക് മോട്ടർ ഓരോ വൈബ്രേഷൻ തരും. അപ്പോൾ ഇച്ചിരി നല്ലതാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റ് വൈബ്രേഷൻ എന്ന് പറയാം, നല്ലൊരു ഇംപ്ലിമെൻറ്റേഷൻ വേണം പറയാൻ രീതിയിലുണ്ട്. പിന്നെ അതിനകത്ത് മെയിൻ കാര്യം അൾട്രാ ഗെയിം മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തിൽ കാര്യങ്ങളുള്ള സാധനങ്ങളാണ് ഇതിനകത്ത്. മൊത്തം കുറേ കാര്യങ്ങൾ ഇൻബിൽട്ട് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് 4D ഗെയിം വൈബ്രേഷൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഗെയിമിംഗ് റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈഗിൾ ഐ എൻഹാൻസ് എന്ന് വെച്ചാൽ കുറച്ച് കളർ വൈബ്രൻസിയും കളർ സാച്ചുറേഷനും കുറച്ചുകൂടെ എല്ലാം എൻഹാൻസ് ചെയ്യുന്നത് ഈഗിൾ ഐ എൻഹാൻസ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഇങ്ങനെ ഒരു റൗണ്ടിൽ കാണിക്കും. ഇപ്പോൾ ഗെയിം ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് കിട്ടിയുള്ളൂ ഫോൺ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ, പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒരു ബാറ്ററി ചാർജിങ് സ്പീഡ് ടെസ്റ്റ് 66 വാട്ട് ചാർജറാണ് ഇതിൻ്റെ കൂടെ വന്നത്. പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന 55 ഉള്ളൂ, ബട്ട് 66 വാട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിന് ടോട്ടലി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് വെച്ചാൽ 4400 mAh ആണ് ബാക്കപ്പ് അല്ല, ബാറ്ററി mAh വരിക. ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് തുടങ്ങിയിട്ടുള്ളൂ ജസ്റ്റ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിട്ട് പോകാം. ഓക്കെ, ഇച്ചിരി ലെങ്തി ആയിരിക്കട്ടെ വീഡിയോ, ഇപ്പോൾ നിങ്ങൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവർ കാണുക. ഓക്കെ, ഇനി നമുക്ക് ലെങ്തിയിട്ട് വരുമ്പോൾ ഡിസ്പ്ലേയിട്ട് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്രൊട്ടക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ കുറേ നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മാക്സിമം പഞ്ച് കളേഴ്സാണ് വരണം. കാരണം ഇത് ഓൾറെഡി IPS LCD ആണ്. സോ AMOLED അത്ര ഒരു പഞ്ച് കളേഴ്സ് കിട്ടത്തില്ല. സോ സ്റ്റിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും യെസ്, ഒരു ഡിഫറൻസ് ഉണ്ട്, ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ LCD മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ കളേഴ്സിനകത്ത് നമ്മുടെ ബ്രൈറ്റ് സെറ്റ് ചെയ്യുക. ഉണ്ടോ, ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് ഇടുക കേട്ടോ, ഒരു പെയിൽ പോലെ. പ്രൊഫഷണൽ ഇടുമ്പോൾ ഒരു വേറൊരു കളർ ആഡ് ചെയ്ത പോലെ ബ്രൈറ്റിൽ നിന്നുണ്ടോ നല്ല വൈബ്രൻറ്റ് കളേഴ്സ്. ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ബ്രൈറ്റ് ഇടുക. അതുപോലെ തന്നെ വേറെ ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ 96%. പിന്നെ അതുപോലെ ഇപ്പോൾ നെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെറ്റിൻ്റെ ഇവിടെ ബാറ്ററി, ദാറ്റ് മീൻസ് എത്ര സ്പീഡിലാണ് ഇപ്പോൾ ഡൗൺലോഡ് നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് സ്റ്റാറ്റസ് ബാറിൽ പോവുക. സ്റ്റാറ്റസ് ബാറിനകത്ത് റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് ഓൺ ആക്കുക, ബാറ്ററി പെർസെൻറ്റേജ് ഓൺ ആക്കുക. ഇത് രണ്ട് ഞാൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടാണ്, ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ട് ഓൺ ആക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്കൊരു ബാറ്ററി പെർസെൻറ്റേജും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇനി സ്ക്രീൻ റീഫ്രഷ് റേറ്റ്സ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 Hz റീഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 1 Hz മുതൽ 120 Hz ആണെന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻസ് ഇപ്പോൾ ഒരു സ്റ്റിൽ ഇമേജ് ആണെങ്കിൽ അത് 60 Hz ആവശ്യമില്ല, 90 Hz ആവശ്യമില്ല, 120. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമേജ് ആണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് 1 Hz വർക്ക് ചെയ്യും. ഇനി അല്ല നമ്മളിപ്പോൾ നല്ല രീതിയിൽ സ്ക്രോളൊക്കെ ചെയ്തു, ദാറ്റ് മീൻസ് ഇങ്ങനത്തെ സ്ക്രോളിങ്ങും കാര്യങ്ങളും സ്വിച്ചിങ്ങും ഒക്കെ ആണെങ്കിൽ, ഇങ്ങനത്തെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 120 Hz അതാണ് സ്മാർട്ട് സ്വിച്ച്. ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ തന്നെ തീരുമാനിച്ചോളൂ ഏതിനകത്ത് വർക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ MIUIക്ക് അതൊന്നും ഈ സ്മാർട്ട് സ്വിച്ച് ഇല്ല. നമുക്ക് ഒന്നെങ്കിൽ 60 Hz അല്ലെങ്കിൽ 120 Hz എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ് സ്മാർട്ട് സ്വിച്ച്. ബാറ്ററി കൺസപ്ഷൻ വളരെയായിട്ട് കുറയ്ക്കും. അതാണ് നമുക്ക് ഇതിനകത്തുള്ള മെയിൻ കാര്യം ഈ സ്മാർട്ട് സ്വിച്ചിന്. 120 Hz എന്തായാലും ഒന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം വേണമെങ്കിൽ 120 Hz തന്നെ ഇട്ടതാണ്. പക്ഷേ 120 Hz ഇടുന്നതും ഇതിടുന്നതും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് സ്വിച്ച് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബാറ്ററി എൻഹാൻസ്മെൻറ്റും കൂടെ കൂടി വരുമ്പോൾ കുറച്ചുകൂടെ എൻഹാൻസ്മെൻറ്റ് സ്മാർട്ട് സ്വിച്ച് ആയിരിക്കും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ IQZ3യുടെ ലോക്ക് സ്ക്രീൻ. സോ നിങ്ങൾക്കറിയാം ലോക്ക് സ്ക്രീൻ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഗോഡിസ്ലോ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓരോ ടൈം ഞാൻ അൺലോക്ക് ചെയ്യുമ്പോൾ ഓരോ വാൾപേപ്പർ എനിക്ക് വരും. സോ അങ്ങനെ ഡൈനാമിക് ആയിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യുക, എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാൻ പോവുക. സോ ഡയറക്റ്റായിട്ട് സെറ്റിംഗ്സിൽ പോവുക.
സോ സെറ്റിങ്സിനകത്ത് ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ എടുക്കുക. ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ. അതിനകത്ത് ലോക്ക് സ്ക്രീൻ സെറ്റിങ്സിനുണ്ട്. അതിനകത്ത് ലോക്ക് സ്ക്രീൻ പോസ്റ്റർ എടുക്കുക. അതിനകത്ത് ലൂപ്പ് ഡിസ്പ്ലേ വാൾപേപ്പർ വെൻ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ്, അത് ഓൺ ആക്കി ഇടുക. അത് ബൈ ഡിഫോൾട്ട് ഓൺ ആയിരിക്കും. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വരുമ്പോൾ സെലിബ്രിറ്റീസ്, ഓട്ടോമൊബൈൽസ്, അല്ലെങ്കിൽ ഫുഡ് അതാണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക, അല്ലാത്ത അൺസെലക്ട് ചെയ്ത് കളയുക. ഇൻസ്റ്റ അത് അൺസെലക്ട് ചെയ്യുക, അല്ലാത്ത സെലക്ട് ചെയ്തിടുക. അപ്പോൾ അതനുസരിച്ചുള്ള കണ്ടൻസ് മാത്രമാണ് നമുക്ക് വരുള്ളൂ ഓരോ തവണ സ്ക്രീൻ അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പോൾ ഓരോ തവണ അൺലോക്ക്, ദാറ്റ് മീൻസ് നമ്മൾ ലോക്ക് സ്ക്രീൻ എടുക്കുമ്പോൾ ഓരോ വാൾപേപ്പർ ആയിരിക്കും പറ്റും, ഡൈനാമിക് ആയിട്ട് വാൾപേപ്പർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ലോക്ക് സ്ക്രീൻ സ്റ്റൈൽ, ഏത് സ്റ്റൈൽ, ദാറ്റ് മീൻസ് മാഗസിൻ പോലെ ഇങ്ങനെ മറിഞ്ഞു വന്നോ അതോ ലൈറ്റ് പോലെ ഇങ്ങനെ, അങ്ങനെ ഓരോ എഫക്റ്റ്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഓരോ സ്റ്റൈൽസ്. ദാറ്റ് മീൻസ് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആനിമേഷൻ ഏതൊക്കെ വേണമെന്ന രീതിയിൽ. പിന്നെ ആഡ് ടെക്സ്റ്റ് ഓൺ ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കണ്ടു, ഇപ്പോൾ ഗോഡീസിലാവുന്ന കൊടുത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഇതേപോലെ കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഹോം സ്ക്രീൻ സെറ്റിങ്സിനകത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ആപ്പ് നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷൻ വരയ്ക്കാൻ നോക്കുക കണ്ടോ. പക്ഷേ ഇത് വേറെ സംഭവമാണ്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെങ്കിൽ മീൻസ് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരണമെന്നുള്ള കാര്യമാണ്. സോ ഡയറക്റ്റായിട്ട് നമ്മുടെ സെറ്റിങ്സിനകത്ത് നോർമൽ എടുത്ത പോലെ തന്നെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിനകത്ത് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എടുക്കുക. അതിനകത്ത് ഹോം സെറ്റിങ്സ് എടുക്കുക. ഹോം സെറ്റിങ്സിനകത്ത് ഹോം സ്ക്രീൻ സ്ലൈഡിംഗ് ഫംഗ്ഷൻ, ഇപ്പോൾ ഗ്ലോബൽ സെർച്ച് ആണ്, അത് നേരെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആക്കുക. അപ്പോൾ ഇനി നിങ്ങൾ നേരെ ഹോം സ്ക്രീനാണ് ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഏത് കണ്ടോ എല്ലാ ടൂളും എനിക്ക് എത്തുന്നുണ്ട്, അത് സെറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കാര്യം, നമുക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമുക്ക് ആ കാര്യങ്ങൾ. ഇനിയുള്ളത് മൊത്തം നമ്മുടെ ആനിമേഷൻസും നമ്മുടെ ലൈറ്റിംഗ് എഫക്ട്സ് ഒക്കെയാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു കോൾ വരുമ്പോൾ നമുക്ക് എഡ്ജ് ലൈറ്റിനിങ് പോലെ, നമ്മുടെ സാംസങ്ങിനകത്ത് ഉണ്ടായിരുന്ന എഡ്ജ് ലൈറ്റിനിങ് പോലെ ഓരോ കാര്യങ്ങൾ വരും. അത് കാണിച്ചു തരാം. സോ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഡൈനാമിക് എഫക്ട്സ് വരും. അതിനകത്ത് ആംബിയൻ ലൈറ്റ് എഫക്റ്റ് ഇടുക. ഉണ്ടോ, അത് സെലക്ട് ചെയ്ത് നമുക്ക് ഓപ്ഷൻസ് കഴിഞ്ഞാൽ കോൾസ് വരുമ്പോൾ ഏതൊക്കെ എഫക്റ്റ് വേണം, കോൾസിൻ്റെ എഫക്റ്റ് വേണോ വരണ്ടയോ, അതിനകത്ത് ഏത് എഫക്റ്റ് വേണം. കണ്ടോ, ലൈറ്റ് എഫക്റ്റ് ഫോർ ഇൻകമിങ് കോൾസ് ഉണ്ടോ, നമുക്ക് ഇഷ്ടം പോലെ എഫക്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ, ഓരോ എഫക്റ്റ് വരും. ഉണ്ടോ, ഏത് എഫക്റ്റ് മീൻസ് കോൾ വരുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ ലൈറ്റ് ബോർഡർ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. പിന്നെ അത് ഏത് കളർ സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് കളർ വേണം സെറ്റ് ചെയ്യാം കേട്ടോ. അത് കണ്ടോ, ഏത് കളർ സെറ്റ് ചെയ്യാം. പിന്നെ അതിന് ട്രാൻസ്പെറൻസി, എന്തോരം ട്രാൻസ്പെറൻസി, നല്ല ബ്രൈറ്റായിട്ട് കാണിക്കണം അതോ ലൈറ്റ് ബ്രൈറ്റ് കാണിച്ചു. പിന്നെ എൻ്റെ വിട്ട് നല്ല കട്ടി വേണോ അത് ചെറിയ കട്ടി, ഇതൊക്കെ നിങ്ങൾക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെസ്സേജസിനകത്തിനും സെയിം സംഭവം കണ്ടോ. ഇതിപ്പോൾ ഇൻകമിങ് കോൾസിനുള്ള ലൈറ്റ് എഫക്റ്റ്, ഇത് നോട്ടിഫിക്കേഷനുള്ള ലൈറ്റ് എഫക്റ്റ് അതുകൊണ്ട് അതും സെയിം തന്നെ കേട്ടോ. സെയിം തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ അതിൻ്റെ ആനിമേഷൻസ് ഉണ്ടോ, ഓരോന്നും വരും. ഇപ്പോൾ 2 ആനിമേഷൻ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് നോർമലി ജസ്റ്റ് വരും. ഞാൻ ഇതിട്ടേക്ക് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐക്കൺസ് വന്ന് ഇങ്ങനെ തെറിക്കണ ഒരു എഫക്റ്റ്. പിന്നെ ഫേഷ്യൽ അനലോഗ് ആനിമേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടോ, കുറേ ആനിമേഷൻ ഉണ്ട്. കറങ്ങുന്ന ആനിമേഷൻ ഇതൊക്കെയുണ്ട്. ഞാൻ ബൈ ഡിഫോൾട്ട് ഇതിട്ടു. ഓക്കെ, പിന്നെ ആനിമേഷൻ ഒന്നും വേണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഒരു ആനിമേഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് അൺലോക്ക് ആവും. ഓക്കെ, അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് അത് ഇട്ടു. പിന്നെ അത് മാത്രമല്ല ചാർജ് ചെയ്യുമ്പോൾ ആനിമേഷൻ നിങ്ങൾക്ക് ഉണ്ടോ, 66 വാട്ട് ചാർജറാണ്, 55 വാട്ട് സപ്പോർട്ട്. അപ്പോൾ ഏത് ആനിമേഷൻ അങ്ങനെ നിങ്ങൾക്ക് ആനിമേഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കൊള്ളാമെന്നുണ്ട്, ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് മാത്രം പിന്നെ USB ഇൻസെർട്ട് ആനിമേഷൻ, സ്ക്രീൻ ഓഫ് അല്ലെങ്കിൽ ഓൺ വരുമ്പോൾ ആനിമേഷൻ ഉണ്ടോ, അങ്ങനെ കുറേ ഇഷ്ടം പോലെ ആനിമേഷൻ ഉണ്ട്. ഇങ്ങനെ മേളിൽ നിന്ന് ലൈറ്റ് വരുന്നത്, സൈഡിൽ നിന്ന് വൈപ്പ് വരുന്നത്, ലൈറ്റ് വരുന്നത്, അങ്ങനത്തെ സ്ക്രീൻ ഓഫ് ആനിമേഷൻസ്. അതാണ് നമുക്ക് ഡൈനാമിക് എഫക്ട്സിലുള്ളത്. പിന്നെ സൗണ്ടിനകത്ത് നമുക്കൊരു സൂപ്പർ ഓഡിയോ തന്നെ ഫീച്ചർ ഉണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നൈസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അതേ സൂപ്പർ ഓഡിയോ ഏറ്റവും താഴെ. സൂപ്പർ ഓഡിയോ അത് നമുക്ക് മൂവീസ് കാണുവാണെങ്കിൽ മൂവീസ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു റിച്ച് സൗണ്ട് എഫക്റ്റ് ആയിട്ട്, ഗെയിം കളിക്കുവാണെങ്കിൽ ഗെയിംസ് ഇടുക, അല്ലെങ്കിൽ സ്മാർട്ട് ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു സൗണ്ട് എഫക്റ്റ്, ഇമ്മേഴ്സീവ് ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷനാണത്. പിന്നെ നമ്മൾ മൾട്ടിപ്പോൾ എല്ലാവരും 2 ഫേസ്ബുക്ക് 2 വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് പാരലൽ സ്പേസ് അങ്ങനെ എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസിനകത്ത് ഒരു ഫീച്ചർ ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ആപ്പ് ക്ലോൺ. യെസ്, ആപ്പ് ക്ലോൺ എടുക്കുക. അപ്പോൾ ഫേസ്ബുക്ക് ഞാൻ വാട്സപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യില്ല, ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫേസ്ബുക്ക് ജസ്റ്റ് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലോൺ വരും. ദാറ്റ് മീൻസ് ഫേസ്ബുക്ക് 1 ഫേസ്ബുക്ക് 2 2 ആപ്ലിക്കേഷൻ. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഓൺ ആക്കുമ്പോൾ വാട്സപ്പ് 1 വാട്സപ്പ് 2 അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയും ക്ലോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പാരലൽ സ്പേസ്. പിന്നെ അതൊരു ഫീച്ചർ ഉണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ 128 GB സ്റ്റോറേജ് നിങ്ങൾക്ക് പോരാണ്ട് വരും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റാം കുറവാണ്. ഇപ്പോൾ 8 GB 128 GB ആണ് ഇത്. ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് 8 GB ഉള്ളൂ, 12 GB ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇതൊരു 11 GB 128 ആയിട്ട് വർക്ക് ചെയ്യും ഗൈസ്. ഇപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഓൺ ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ നമ്മുടെ റാം ആൻഡ് സ്റ്റോറേജ് ഉണ്ട്. അത് കണ്ടോ, ഇവിടെ കണ്ടോ റാം 3.41 GB ഹാസ് ബീൻ യൂസ്. നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്നൊരു 3 GB യൂസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വലിയ യൂസർ അല്ല, ദാറ്റ് മീൻസ് ഗെയിമറോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബേസിക് യൂസറാണ്, സോഷ്യൽ യൂസറാണ്. അപ്പോൾ നിങ്ങൾക്ക് റാം കൂടുതലായിട്ട് വലിയ ആവശ്യമില്ല, കാരണം ഗെയിമർ അല്ലാത്ത കാരണം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജാണ് ഇമ്പോർട്ടൻസ്. ഈ ജസ്റ്റ് അങ്ങ് ഓഫ് ആക്കിയിടുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറേജ് എക്സ്ട്രാ കിട്ടും. മീൻസ് ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്താലേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ കുറച്ച് സ്റ്റോറേജ് എക്സ്ട്രാ കിട്ടും.
ദാറ്റ് മീൻസ് ഇപ്പോൾ 128 3 GB നമ്മൾ എക്സ്റ്റേണൽ റാം ആയിട്ട് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് 11 GB ആയിട്ടാണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ റാം വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് 3 GB യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ആണ് കൂടുതൽ വേണ്ടെങ്കിൽ, സോഷ്യൽ യൂസറൊക്കെ ആണെങ്കിൽ സ്റ്റോറേജ് കൂടുതൽ വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടുക, അല്ലാത്തവരാണെങ്കിൽ ബൈ ഡിഫോൾട്ട് കിടക്കണവരാണ് ഇട്ടേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിക്കകത്ത് കുറച്ച് നൈസ് ഫീച്ചേഴ്സ് കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരുന്നത് മീൻസ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചില തേർഡ് പാർട്ടി ആപ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്ന് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൈവസിക്കകത്ത് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ, അതെവിടെയായിരുന്നു? സ്ക്രീൻ ക്യാപ്ചർ പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ മീൻസ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ അങ്ങനെ അനുവദിക്കില്ല. അതാണ് സ്ക്രീൻ ക്യാപ്ചർ പ്രൊട്ടക്ഷൻ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ മീൻസ് നിങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ ഫേസ് അൺലോക്കോ ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്കാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത ആരെങ്കിലും മീൻസ് നിങ്ങൾക്ക് അറിയില്ലാതെ ആണെങ്കിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ഡിസ്പ്ലേ വരും. ദാറ്റ് മീൻസ് ലോ സ്ക്രീനിൽ തന്നെ വരും. അത് വരണോ വേണ്ടയോ അതാണ് നമുക്ക് കണ്ടോ. ഡോണ്ട് ഷോ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ലോ സ്ക്രീൻ കണ്ടോ. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നാലും ലോ സ്ക്രീനിലൊന്നും കാണിക്കില്ല. അൺലോക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് വെച്ച് അൺലോക്ക് ചെയ്യുമ്പോൾ അന്നേരം മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ റീസെൻറ്റ് ആപ്സ് പ്രിവ്യൂ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയാണ്, ഇപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ അറിയാൻ പറ്റും ഏതൊക്കെ ആപ്സ് ആണെന്നൊന്നും ബ്ലറായിട്ട് നിങ്ങൾ കിടക്കണില്ല. എല്ലാ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് എനിക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട അറിയണ്ടെങ്കിൽ എല്ലാം ബ്ലർ ആപ്സ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടോ ഈ ആപ്ലിക്കേഷൻ എല്ലാം ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഞാൻ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റിങ്സ് ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെറ്റിങ്സ് ഇപ്പോൾ ഓണായിരിക്കില്ല എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ഇപ്പോൾ സെറ്റിങ്സ് ബ്ലർ പോലെ കിടക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ എന്താണ് ബ്ലർ കിടക്കുക. ഞാൻ സെറ്റിങ്സ് ജസ്റ്റ് ബ്ലർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ബ്ലർ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ സെറ്റിങ്സ് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി എന്നൊരു പ്രൈവസിക്കുള്ള വലിയ കാര്യമില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതിനകത്ത്. ഫുൾ നമ്മുടെ ജസ്റ്റർ നാവിഗേഷൻ ആണ്. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റ് സിസ്റ്റത്തിൽ അതാണ് ജസ്റ്റർ നാവിഗേഷൻ ഒക്കെ. അപ്പോൾ ജസ്റ്റ് ബാക്കൊക്കെ എന്നെ എളുപ്പം അറിയോ. ഇപ്പോൾ നമ്മളൊരു ഇതെടുത്തു, പ്ലേ സ്റ്റോർ എടുത്തു, ബാക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റിൽ സ്വൈപ്പ് ചെയ്യുക. ജസ്റ്റ് തീർന്നു. ഇനി ഹോം ഞെക്കണം. ഇപ്പോൾ ഹോം ഞാൻ പോകണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുക. ഇനി റീസൺസ് പോകണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് മിഡിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കണ്ടോ, റീസൺസ് എത്തി എല്ലാ സാധനങ്ങളും ടപ്പേന്ന് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും എളുപ്പം എന്ന് ഞാൻ പറയും. അപ്പോൾ ഒന്ന് ശീലിച്ചാൽ ജസ്റ്റ് 1 day കൊണ്ട് നിങ്ങൾ സെറ്റാവും കേട്ടോ. അപ്പോൾ അത് സിസ്റ്റത്തിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് കിടക്കുക 3 ബട്ടൺ നാവിഗേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇങ്ങനെ ആയിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുക. അത് ജസ്റ്റ് നാവിഗേഷൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കണ്ടു. പിന്നെ ഇപ്പോൾ ചെറുതായിട്ടൊരു ഐക്കൺ നിങ്ങൾ കണ്ടോ ഏറ്റവും താഴെയായിട്ട്, അതും വേണ്ടെങ്കിൽ ജസ്റ്റ് ഹൈഡ് ബോട്ടം ബാറും കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡിസ്പ്ലേ ആയി. ഫുൾ കണ്ടോ, നമ്മുടെ മൊത്തമായിട്ടുള്ള 6.58 ഇഞ്ച് മൊത്തം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സാധനം പോലും എക്സ്ട്രാ ആവശ്യമില്ല. ഓക്കെ, അതാണ് നമ്മുടെ സിസ്റ്റം നാവിഗേഷനകത്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ഗ്ലോബൽ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അത് മാറ്റി. കാരണം ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആക്കി, അല്ലെങ്കിൽ ഗ്ലോബൽ സെർച്ച് എന്നൊരു ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് മൊത്തം കസ്റ്റമൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് സെറ്റ് ചെയ്തോളുക. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇപ്പോൾ ഗൂഗിളിൽ എടുത്തിട്ട് പ്രത്യേകിച്ച് സെർച്ച് ചെയ്യേണ്ട, ഇപ്പോൾ ഇവിടെ പോയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് മീൻസ് മറ്റേതാണെങ്കിൽ ഗ്ലോബൽ സെർച്ച് എടുത്തിട്ട് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കാര്യങ്ങളും സിസ്റ്റംസും റെക്കമെൻഡ് ആപ്സും സജഷൻസും ഒക്കെ വലിയ കാര്യമില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അത്. പിന്നെ അത് മാത്രമല്ല മൾട്ടിപ്പിൾ യൂസേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണ്ടോ. മൾട്ടിപ്പിൾ യൂസേഴ്സ് വേണമെങ്കിൽ ഒരു ഗസ്റ്റിനെയോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഇപ്പോൾ വേറൊരു ഫോൺ പോലെ ഒരാൾക്ക് നമ്മുടെ പ്രൈവസിയുള്ള കാര്യങ്ങളോ വേറെ അവർക്ക് വേണ്ടത് അങ്ങനെ സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഈ അഡ്മിനും യൂസറൊക്കെ ആയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓപ്ഷനാണ്. പിന്നെ ഫോൺ ക്ലോൺ. ഇപ്പോൾ ഇതൊരു പുതിയ ഫോൺ എന്തായാലും ഒബ്വിയസ്ലി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പുതിയ ഫോണായിട്ട് നിങ്ങൾ മേടിക്കുമ്പോൾ പഴയ ഫോണിൽ നിന്നുള്ള A to Z ഡേറ്റ സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നേരെ ന്യൂ ഫോൺ കൊടുക്കുക, മറ്റേ ഫോൺ ഓൾഡ് ഫോൺ കൊടുക്കുക, എന്നിട്ട് ആൻഡ്രോയിഡ് ഐഫോൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ഷെയർ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്. അതിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യാം, വൈഫൈ വഴി, വാട്സപ്പ് വഴി എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ A to Z ഡേറ്റ മെസ്സേജസ്, കോൾസ്, നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ്, വാട്സപ്പ് കണ്ടൻറ്റ് ഒക്കെ നമുക്ക് ഇതുവഴി കോപ്പി ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വാട്സപ്പ് കണ്ടന്റ് വെച്ചാൽ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ വെച്ച് നമുക്ക് കോപ്പി ചെയ്താൽ മതി, ജസ്റ്റ് ആവാം. അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ കോൾ ലോഗ്, മെസ്സേജസ്, കാര്യങ്ങൾ മൊത്തം നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ എക്സെൻഡറിനകത്ത് ഫോൺ റെപ്ലിക്കേറ്റ് ഉണ്ടായിരുന്ന പോലെ ഫോൺ ക്ലോണിറ്റ് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ ബേസിക് ഫീച്ചറാണ് ചെയ്യുക. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തു. പിന്നെ നമുക്ക് ഇത് ബൈ ഡിഫോൾട്ട് നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗൂഗിൾ ഡയലർ അല്ല, നമ്മുടെ MIUക്കകത്ത് ഗൂഗിൾ ഡയലർ. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ മീൻസ് നമ്മുടെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ യുവർ കോൾ ഈസ് ബീങ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടിക്കും കേൾക്കാൻ പറ്റും. സോ അത് ഇച്ചിരി ഹരാസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ലോഞ്ചറായിരുന്ന ഒരു സീനില്ല, നമ്മുടെ ഫണ്ട് ചോയ്സിലെ ഈ ലോഞ്ചറായിരുന്ന ഒരു സീനുമില്ല, നമുക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഫോൺ മെനു എന്നുള്ള പേര് വെച്ചിട്ട് ഒരു കോൺടാക്ട് ഉണ്ടെന്ന് വെച്ചു. ജസ്റ്റ് ഫോൺ മെനു കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും മിക്കവർക്കും. ഇപ്പോൾ P എവിടെയാണോ, PHO
DENE. ദറ്റ് മീൻസ് നമ്മുടെ 3 കീപാഡ് ഉണ്ടാവില്ല. ദറ്റ് മീൻസ് 2-നകത്താണ് ABC, 3-നകത്താണ് DF, അങ്ങനെ വെച്ചിട്ട് ഏതിനകത്താണോ ഇപ്പോൾ ആരുടെ പേരാണ് ഇപ്പോൾ DEF എന്നുള്ള DT എന്നുള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് 380 കഴിഞ്ഞാൽ DT എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് വരും. അതാണ് സ്മാർട്ട് ഡയൽ. ഇത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ഡയൽ. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യങ്ങളുണ്ട്, ഹരാസിങ് കോൾ നമുക്ക് ബ്ലോക്ക്. ഇപ്പോൾ ഐഡിയ അല്ല, നമ്മുടെ എന്തെങ്കിലും ഹരാസിങ് കോൾസ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോൾസോ കാര്യങ്ങളോ ദറ്റ് മീൻസ് ഈ അഡ്വർടൈസ്മെൻറ്റിലെ കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് ഹരാസിങ് കോൾസ് ആണ് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഹരാസിങ് കോൾ, വോയിസ് ഫിഷിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഏജൻറ്റ്, ഇൻഷുറൻസ് എല്ലാം നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അത്രയാണ് ഗൈസ് നമ്മുടെ ഒരു IQ Z3യുടെ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഹിഡൻ ഫീച്ചേഴ്സ്. ഇച്ചിരി ലെങ്തി ആയിപ്പോയി, കാരണം ഞാൻ എല്ലാം കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തതുകൊണ്ടാണ് ഇച്ചിരി ലെങ്തി ആയിപ്പോയി. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, ഇസ് സൈനിങ് ഓഫ് ഫ്രം ഫോൺമാനിയ. താങ്ക് യു ഗൈസ്.